സുഹൃത്തുക്കളെ, എൻ്റെ പേര് വസുന്ധരൻ എന്നാണ്. ഞാൻ 40-40 വർഷമായി നാച്ചുറോപ്പതി, അതായത് പ്രകൃതി ജീവന രീതിയിൽ ജീവിച്ചു വരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പ്രകൃതി ജീവന രീതിയിൽ ഭക്ഷണം, വിഷമില്ലാത്ത ഭക്ഷണം, വിധിച്ച ഭക്ഷണം കഴിക്കണം എന്നുള്ള ആശയം ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെയും കുടുംബത്തിൻ്റെയും ആവശ്യത്തിന് മാത്രം പച്ചക്കറികളും പഴങ്ങളും ഉൽപ്പാദിപ്പിക്കുകയാണ് ഞാൻ ആദ്യമായി തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ വിപുലീകരിച്ച് അയൽക്കാർക്കും സുഹൃത്തുക്കൾക്കും കൂടി വിഷമില്ലാത്ത പച്ചക്കറികൾ കൊടുക്കുന്ന ഒരു പദ്ധതി തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം കഴിയുന്നു. ഇത് കുറച്ചുകൂടെ വിപുലീകരിച്ച് KV ദയാൽ സാറിൻ്റെ ഇക്കോളജി ബേസ് ചെയ്തുള്ള കൃഷിയും ജീവിത രീതിയും ആ ആശയത്തിൽ ആകൃഷ്ടനായി ഞാനിപ്പോൾ ഒരു പുതിയ കൃഷി രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ ചാണകവും ചാരവും അതുപോലെ തന്നെ ജൈവവളങ്ങൾ മാത്രം കൊടുത്ത് കൃഷി ചെയ്യുമ്പോൾ അത് ജൈവ കൃഷിയാകും എന്നായിരുന്നു ധാരണ. പക്ഷേ എൻ്റെ ധാരണ തെറ്റായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായത് KV ദയാൽ സാറിൻ്റെ ചില വീഡിയോകൾ കാണാനിടയായത് കൊണ്ടാണ്. ഫോറസ്റ്റ് മാൻ KV ദയാൽ സാറിൻ്റെ ചില വീഡിയോകൾ കണ്ടപ്പോഴാണ് ഞാൻ സഞ്ചരിക്കുന്നത് ശരിയായ വഴിയിലല്ല എന്നെനിക്ക് ബോധ്യമായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇക്കോളജിയെ ബേസ് ചെയ്തുള്ള കൃഷി ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ഞാൻ ആദ്യമായി ഇക്കോളജിയെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയ കൃഷിയാണ്, പയർ കൃഷിയാണ് ഈ കാണുന്നത്. ഇതിന് ഞാൻ ഇട്ടിരിക്കുന്നത്, ഇതിന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കമ്പോസ്റ്റ് ഇടാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഞാനിതിന് കൊടുത്തിരിക്കുന്ന അടിസ്ഥാന വളമെന്ന് പറയുന്നത് എല്ലുപൊടിയും ചാണകപ്പൊടിയും പിന്നെ കുറച്ച് പച്ചിലകളാണ്. പച്ചിലകൾ പുതയിട്ടിരിക്കുകയാണ്. പിന്നെ വളമായിട്ട് കൊടുക്കുന്നത് പിണ്ണാക്കുകളാണ്. 4 ഇനം പിണ്ണാക്കുകൾ. 1 കടലപ്പിണ്ണാക്ക്, നിലക്കടല പിണ്ണാക്ക്. 2 വേപ്പിൻ പിണ്ണാക്ക്. 3 പരുത്തി പിണ്ണാക്ക്. 4 തേങ്ങാ പിണ്ണാക്ക്. ഇതെല്ലാം സമം ചേർത്ത് പൊടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ കുതിർത്തെടുക്കുകയോ ചെയ്ത് ഈ പൊതകളുടെ മുകളിൽ വളം കൊടുത്ത് ചെയ്ത ആദ്യ കൃഷിയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ പയർ കൃഷിയാണ് ഞാൻ ആദ്യമായി ഇക്കോളജി ബേസ് ചെയ്ത് ചെയ്യുന്ന കൃഷി. ഇത്രയും നാളും ഞാൻ ധരിച്ചിരുന്നത് ഞാൻ ചെയ്യുന്നതെല്ലാം ജൈവ കൃഷിയാണെന്നാണ്. അല്ല എന്നെനിക്ക് ബോധ്യമായത് ഇപ്പോഴാണ്. ഇപ്പോൾ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കൂടി തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ആ ചാനലിൻ്റെ പേര് ഇക്കോ ബേസ്ഡ് അഗ്രികൾച്ചർ എന്നാണ്. ഇക്കോ ബേസ്ഡ് അഗ്രികൾച്ചർ എന്നാണ്. ഇക്കോളജിയെ ബേസ് ചെയ്തുള്ള അഗ്രികൾച്ചർ എന്നാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കൃഷി രീതി ആളുകൾക്ക് ആർക്കെങ്കിലുമൊക്കെ പ്രചോദനകരമാവുകയാണെങ്കിൽ അങ്ങനെ. പക്ഷേ എന്തായാലും ഒരു കാര്യം, നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്, ആ ഭക്ഷണത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും രോഗികളാകുന്നത്, നമുക്ക് രോഗങ്ങൾ പകരുന്നത് ഈ ഭക്ഷണങ്ങളിലൂടെ, നമ്മളെ ഉള്ളിലേക്ക് ചെല്ലുന്ന ആഹാരത്തിലൂടെയാണ്. അപ്പോൾ ആഹാരം വിഷമുക്തമായാൽ രോഗത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാം എന്നുള്ള ഇക്കോളജി ശാസ്ത്രത്തിൻ്റെ ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രശാഖയെ ബേസ് ചെയ്ത് വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിത് തുടങ്ങിയിരിക്കുന്നത്. ഇതിന് പരമപ്രധാനമായ ഒരു പ്രചാരണം നൽകാൻ എല്ലാ സുഹൃത്തുക്കളും തയ്യാറാകണം. കാരണം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷലിപ്തമായ ഭക്ഷണം മാത്രമാണ് കഴിക്കുന്നത്. വില കുറച്ച് കിട്ടുമെന്നുള്ളത് കൊണ്ട് നമ്മളതെല്ലാം വാങ്ങിക്കഴിക്കുന്നു. ആ വിലയ്ക്ക് നമുക്കെന്തായാലും ഈ കൃഷിയിലുണ്ടാകുന്ന സാധനം കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ കാർഷിക ചെലവ് കൂടുതലാണ്. അത് ഒരുപക്ഷെ 2-3 കൃഷി കഴിയുമ്പോൾ നമ്മളെ മണ്ണ് ഇതുമായി യോജിച്ച് വരുമ്പോൾ ഒരുപക്ഷെ ചിലവ് കുറഞ്ഞേക്കാം. പക്ഷേ ഇപ്പോൾ ഇത് ചിലവ് കൂടുതലാണ്. ഇതിൻ്റെ ബേസിൽ ഞാനിപ്പോൾ കുറേ ചീര ഇട്ടിട്ടുണ്ട്. ഒരു ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞു, 2ാമത്തെ ഹാർവെസ്റ്റിംഗ് ചീര കിടക്കുകയാണ്. ഏകദേശം 60,000-ഓളം രൂപയ്ക്ക് ഞാൻ ചീര വിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത ഇട്ടിട്ടുണ്ട്. അത് ആദ്യത്തെ പോലെ അത്ര പുഷ്ടി വന്നിട്ടില്ല. എന്നാലും കുറച്ച് അത് മഴ പെയ്ത് കഴിയുമ്പോൾ പുള്ളി വീണ് പോകും എന്നുള്ളൊരു ദോഷമേ ഉള്ളൂ. ഇപ്പോൾ ഇക്കോളജിയെ ബേസ് ചെയ്ത് തന്നെയാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. ഈ ഇക്കോളജി ബേസ്ഡ് അഗ്രികൾച്ചറിന് നമുക്ക് ഏറ്റവും വേണ്ടത് ഇതിൻ്റെ അടിസ്ഥാന വളം എന്ന് പറയുന്നത് കമ്പോസ്റ്റ് നിർബന്ധമായി ഉണ്ടാകണം. ആ കമ്പോസ്റ്റ് ഇട്ട് നടുകയും അതിനുശേഷം പിണ്ണാക്കുകൾ വളമായി കൊടുക്കുകയും കടൽ വെള്ളം
ഒരു 10 ദിവസത്തിലൊരിക്കൽ കടൽ വെള്ളം നേർപ്പിച്ചൊഴിക്കുകയും ചെയ്യണം. അതുപോലൊപ്പം നമുക്ക് ആടുതൊടാത്ത ഇലകൾ, ആ ഇലകൾ കൊണ്ടുള്ള കീടനാശിനികൾ. അതിൻ്റെ പ്രധാനം വെച്ചാൽ ഓരോ കീടത്തിനും ഓരോ മണമാണ് ഇഷ്ടം. ആ മണത്തിനനുസരിച്ച് കീടനാശിനികൾ വരും. അപ്പോൾ പയർ പൂക്കുമ്പോൾ ഒരു പ്രത്യേക മണം ഉണ്ടാകും. ആ സമയത്ത് ചാഴി വരും. അപ്പോൾ ചാഴിയെ പുറത്തുണമെങ്കിൽ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ഈ വേപ്പല അരച്ച് കലക്കി നമ്മൾ തെളിക്കാം. അല്ലെങ്കിൽ എരിക്കിൻ്റെ ഇല, അല്ലെങ്കിൽ പൂച്ചെടിയല്ല, അതല്ലെങ്കിൽ ഒരു വേരൻ്റെ ഇല. ഇതേതെങ്കിലുമൊക്കെ മാറി മാറി തളിച്ചുകൊണ്ടിരുന്നാൽ ഓരോ ജാതി കീടങ്ങളെയും നമ്മളെ കൃഷിയിൽ നിന്നും നമുക്ക് മാറ്റി നിർത്താൻ കഴിയും. കാരണം അതിനൊരു ഉദാഹരണം എൻ്റെ ഈ കൃഷി തന്നെയാണ്. ഇത്രയും പയർ ഞാൻ സാധാരണ നട്ടാൽ ഞാനിപ്പോൾ നട്ടിരിക്കുന്നത് 300 മൂട് പയറാണ്. സാധാരണ 300 മൂട് പയർ നട്ട് കഴിഞ്ഞാൽ ഒരു 200 മൂടിൽ കൂടുതൽ പൂത്ത് കാണാറില്ല. ഇത് അല്പം അടുത്ത് പോയി, കാരണം ഇത് കുറേ നശിച്ചു പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇട്ടത്. പക്ഷേ അത്രയും പയർ ഇപ്പം നശിച്ചില്ല. കാരണം ഈ പയർ വളർന്നു വരുമ്പോൾ ഇതിൻ്റെ തണ്ട് വെട്ടിക്കളയുന്നൊരു ജീവിയുണ്ട്. ആ ജീവിയാണ് ഇതിൻ്റെ തണ്ട് വെട്ടിക്കളയുന്നത്. അങ്ങനെയാണ് പയർ കൂടുതൽ നശിച്ചു പോകുന്നത്. പക്ഷേ എന്താ ഈ വർഷം ഈ പ്രാവശ്യത്തെ കൃഷിയിൽ ആ തണ്ട് വെട്ടുന്ന ജീവി എത്തിയിട്ടില്ല. അപ്പോൾ അതിന് കാരണം എൻ്റെ ഈ രീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ തുടങ്ങിയതാണ്. വിജയിക്കുമെന്നുള്ളതാണ് എൻ്റെ ഇതുവരെയുള്ള പ്രതീക്ഷ. ഇതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത്, ജൈവകൃഷിയുടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പുതയിടലാണ്. പുതപ്പിക്കുക, മണ്ണിനെ പുതപ്പിക്കുക. സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് മണ്ണിൽ അടിക്കാതിരിക്കുക. മഴവെള്ളം ഡയറക്റ്റായിട്ട് മണ്ണിൽ വീഴാതിരിക്കുക. അതുപോലെ തന്നെ സൂര്യപ്രകാശം അബ്സോർബ് ചെയ്ത് വയ്ക്കാൻ, ശേഖരിച്ച് വയ്ക്കാൻ കഴിവുള്ളത് പച്ചിലകളാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പച്ചിലകളാണ് സൂര്യപ്രകാശത്തെ അബ്സോർബ് ചെയ്യുന്നത്. ഈ അബ്സോർബ് ചെയ്ത് വയ്ക്കുന്ന സൂര്യപ്രകാശം അബ്സോർബ് വയ്ക്കുന്ന ആ ഊർജം അബ്സോർബ് ചെയ്ത് വയ്ക്കുന്ന ഇലകൾ, കരിയിലകൾ, ഇതിൻ്റെ മൂട്ടിൽ നമ്മൾ പുതയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടി നല്ല ഭംഗിയായിട്ട്, ചെടിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് ഈ നമ്മൾ വെറുതെ കരിച്ച് കളയുന്ന കരിയില. ആ കരിയില ഒന്നുപോലും കരിച്ച് കളയാതെ, ഇപ്പം ഞാൻ സാധാരണ കിളയ്ക്കുമ്പോൾ കരിയില ഈ ചപ്പ് ചവറെല്ലാം കൂടെ വാരി തീയിട്ട് കളയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ഇല പോലും തീയിട്ട് കളഞ്ഞില്ല. അതെല്ലാം ഇതിൻ്റെ ചുവട്ടിൽ തണലിടാൻ, പുതയിടാൻ ഉപയോഗിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ രീതിയിൽ ആർക്കും കൃഷി രീതി അവലംബിക്കാം. അങ്ങനെ വീട്ടാവശ്യത്തിനെങ്കിലും, നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടാവശ്യത്തിനെങ്കിലും വിഷമില്ലാത്ത പച്ചക്കറികൾ സംഭരിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഈ നാട് നന്നാവും. നമ്മൾ ഈ വില കുറഞ്ഞ സാധനം, ഏത് വിഷവും വില കുറച്ച് കിട്ടുന്ന വാങ്ങി തിന്നുന്ന സംസ്കാരത്തിൽ നിന്ന് മാറണം. അതുപോലെ സ്വന്തമായി ആവശ്യത്തിന് വിഷമില്ലാത്ത പച്ചക്കറികൾ, നമ്മൾ പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളും ഭക്ഷണ സാധനങ്ങളും ഉണ്ടാക്കിയെടുക്കണം. അതിന് ഇതൊരു എൻ്റെ നാട്ടിൽ, ഒരു പക്ഷേ എൻ്റെ നാട്ടിൽ ഈ രീതിയിൽ കൃഷി തുടങ്ങിയ ഞാനാണ് ആദ്യം പാരമ്പര്യ കൃഷിയും അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പോൾ പാരമ്പര്യ കൃഷി, ഞാൻ ജൈവകൃഷി എന്നുള്ള തെറ്റായ ധാരണ എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് എൻ്റെ ജൈവകൃഷി എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രീമാൻ KV ദയാൽ സാറിൻ്റെ ക്ലാസ്സുകൾ വളരെ ഉപകരിച്ചു. അദ്ദേഹത്തെ ഗുരുനാഥനായി അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ കൃഷിയിൽ ഇറങ്ങിയിരിക്കുന്നത്. എല്ലാ സുഹൃത്തുക്കളും ഇതിനെ പ്രോത്സാഹിപ്പിക്കണം. ഓരോരുത്തരും ഈ എൻ്റെ ചാനൽ കാണുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ജൈവകൃഷിക്ക് വേണ്ടിയുള്ള വളനിർമ്മാണമാണ് കമ്പോസ്റ്റ് വളം. ഇത് ആദ്യം തറ നിരപ്പാക്കിയിട്ട് അടിയിലൊരു ലെയർ കരിയില, അതിൻ്റെ മുകളിൽ ചാണകം കലക്കി ഒഴിച്ചു, അതിൻ്റെ മുകളിൽ ചാണക പൊടിയിട്ടു, അതിൻ്റെ മുകളിൽ വീണ്ടും കരിയില ഇട്ടു, വീണ്ടും മണ്ണിട്ടു. ചാണകത്തിൽ മുക്കിയാണ് കരിയില ഇടേണ്ടത്. അത് കഴിഞ്ഞിട്ട് കരിയിലയുടെ പുറത്ത് വീണ്ടും മണ്ണ്, 1 ഇഞ്ച് കനത്തിന് മണ്ണിട്ടതിന് ശേഷം വീണ്ടും അതിൻ്റെ പുറത്ത് കോഴിവളം വിതറി. ഇപ്പോൾ നമ്മൾ കമ്പും പിന്നീട് കൊലയുടെ കാളാമുണ്ടോണ് അടുക്കിയിരിക്കുന്നത്. ഇത് മണ്ണിൽ കാർബണിൻ്റെ
കണ്ടന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അംശം വളത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പുകളും പിന്നീട് കാളാമുണ്ടത്തിൽ കൂടുതൽ പൊട്ടാഷുണ്ട്. അപ്പോൾ കാർബണായി, നൈട്രജനായി, ഒരു കെട്ടിടാൽ നൈട്രജനായി, പൊട്ടാഷായി. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ വീണ്ടും കോഴിവളം വിതറും. കോഴിവളം വിതറിയതിന് ശേഷം 1 ഇഞ്ച് കനത്തിന് കോഴിവളം വിതറിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും കരിയില ഇടും. ആ കരിയില ഇട്ടിട്ട് ഇതുപോലെ ഒരു 10 അട്ടി ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. 10 അട്ടി ഇട്ട് കഴിയുമ്പോൾ ഒരു ഓണക്കാല കൃഷിക്ക് വേണ്ടിയുള്ള വളനിർമ്മാണമാണ്. ഇത് കടൽ വെള്ളമാണ്. ഈ കടൽ വെള്ളത്തിൽ എല്ലാ മിനറൽസും അടങ്ങിയിട്ടുണ്ട്. എല്ലാ മിനറൽസും അടങ്ങിയിട്ടുള്ള വെള്ളമാണ് കടൽ വെള്ളം. ഈ കടൽ വെള്ളത്തിന് 30 ഇരട്ടി, 1 ലിറ്റർ കടൽ വെള്ളത്തിൽ 30 ലിറ്റർ ശുദ്ധജലം കൂടെ ചേർത്താണ് നമ്മൾ ആഴ്ചയിലൊരിക്കൽ വിളകൾക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വിളകൾക്ക് നല്ല പുഷ്ടിയോട് വളരുകയും എല്ലാ മിനറൽസും ഈ ചെടികൾക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ മിനറൽസും കിട്ടുന്നത് കൊണ്ട് തന്നെ കീടശല്യം വളരെ കുറവാണ് ഈ രീതിയിലുള്ള കൃഷിയിലുണ്ടാക്കുന്നത്. ഇത് ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ പാരമ്പര്യ കൃഷിയല്ല, ഇതാണ് ജൈവ കൃഷി. അതിന് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പയറാണ് നടുന്നതെങ്കിൽ പയർ നടുമ്പോൾ കമ്പോസ്റ്റ് ഇട്ട് നടുക. അതിനുശേഷം തൈ പൊടിച്ച് വരുമ്പോൾ അതിന് തണൽ വയ്ക്കുക, പുതയിടുക. പുതയിട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് നമ്മൾ കടൽ വെള്ളം ആഴ്ചയിലൊരിക്കൽ ഒഴിക്കുക. പിന്നീട് അതുപോലെ പിണ്ണാക്കുകൾ, 5 ഇനം പിണ്ണാക്കുകളാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഒന്ന് കടലപ്പിണ്ണാക്ക്, അതായത് കപ്പലണ്ടി പിണ്ണാക്ക് എന്ന് പറയും, നിലക്കടലയുടെ പിണ്ണാക്ക്, പിന്നെ പരുത്തി പിണ്ണാക്ക്, പിന്നെ തേങ്ങാ പിണ്ണാക്ക്, വേപ്പ പിണ്ണാക്ക്. ഇങ്ങനെ 4 ഇനം പിണ്ണാക്കുകൾ പൊടിച്ചെടുത്തോ അല്ലെങ്കിൽ കലക്കിയെടുത്തോ നമ്മൾ ചെടികളുടെ മൂട്ടിൽ ഈ പൊതയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കും. പൊതയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ പറ്റുന്നതെന്ന് വെച്ചാൽ വെള്ളം വീണ് ആവശ്യത്തിന് ഈ വളങ്ങൾ ഊർന്നിറങ്ങി മണ്ണ് നല്ല ഫലഭൂഷ്ടിയായിരിക്കും. ഒരു കൃഷി കഴിയുമ്പോൾ തന്നെ ഏത് മണ്ണിലും സൂക്ഷ്മാണുക്കളെല്ലാം ഉണ്ടാകും. മണ്ണര അതെല്ലാം തുടങ്ങിയ എല്ലാ സൂക്ഷ്മാണുക്കളും ഉണ്ടാകും. ഈ സൂക്ഷ്മാണുക്കളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഇടയിളക്കേണ്ടി വരുന്നില്ല. ഈ ഇടയിളക്കെല്ലാം ഈ സൂക്ഷ്മാണുക്കൾ തന്നെ അങ്ങ് ചെയ്തുകൊള്ളും. പിന്നീട് നല്ല വിളവും കിട്ടും. അതുപോലെ തന്നെ കീടശല്യങ്ങൾ നമ്മൾ രാസപ്രയോഗങ്ങളില്ലാതെ കീടങ്ങളെ പൂർണ്ണമായി മാറ്റി നിർത്താൻ കഴിയും. അതിന് ചെയ്യുന്നത് വേപ്പില, പൂച്ചെടിയില, അതായത് ആട് തൊടാത്ത എല്ലാ ഇലകളും ഇടിച്ച് പിഴിഞ്ഞ് ഓരോ ദിവസം അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ അത് വെള്ളം ചേർത്ത് നമ്മൾ കൃഷിയിടത്ത് തളിച്ചു കൊടുക്കും. തളിക്കുകയെന്ന് വെച്ചാൽ കൈ കൊണ്ട് കോരി തളിച്ചു കൊടുക്കും. അപ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ ഓരോ പ്രാണിക്കും ഓരോ മണമാണിഷ്ടം. അപ്പോൾ ആ പ്രാണിക്ക് ഇപ്പോൾ ചാഴി എന്ന് പറയുന്ന പ്രാണിക്ക് ഇഷ്ടമുള്ള മണമുണ്ടെങ്കിൽ മാത്രമേ ആ ചാഴി നമ്മളെ ധാന്യങ്ങളെ നശിപ്പിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ഇഷ്ടമില്ലാത്തൊരു മണം അവിടെ കിട്ടിയാൽ ചാഴി അവിടെ വരില്ല, നമ്മളെ വിള നശിപ്പിക്കുകയില്ല. അതുപോലെ തന്നെ കായ്ച്ചയ്ക്ക് വേറൊരു സ്മെല്ലാണ് ഇഷ്ടം. ആ സ്മെല്ല് കിട്ടിയില്ലെങ്കിൽ കായ്ച്ച ഇതിനെ നമ്മളെ ശല്യം ചെയ്യില്ല. അതുപോലെ തന്നെ അങ്ങനെ ഓരോന്നും. അതുപോലെ ഇലതീനിപ്പുഴു എന്ന് ശലഭങ്ങൾ മുട്ടയിടണമെങ്കിൽ ആ ശലഭത്തിന് ഇഷ്ടമില്ലാത്ത മണം ഉള്ള ഭാഗത്താണെങ്കിൽ ശലഭം മുട്ടയിടില്ല. ഇനി അവിടെ ചെന്നിട്ട് പേർ ഇത് വിവിധ പ്രായത്തിലുള്ള ചീര ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ചീരയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ജൈവ വളം മാത്രമാണ് കൊടുക്കുന്നത്. ജൈവവളം എന്ന് പറഞ്ഞാൽ ഇതിന് പ്രധാനമായി കൊടുക്കുന്നത് ആദ്യം കോഴിവളവും ചാണകവും ഇട്ട് ചീര വിതച്ച് കഴിഞ്ഞാൽ പിന്നെ ഗോമൂത്രം 8 ഇരട്ടി വെള്ളം ചേർത്ത് ഗോമൂത്രം മാത്രമാണ് നമ്മളിതിന് തളിച്ചു കൊടുക്കുന്നത്. ഗോമൂത്രം കോരി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ ചീര വളർന്നു വരും. ഇതിപ്പോൾ 2 ആഴ്ച പ്രായം കഴിഞ്ഞ ചീരയാണ് നമ്മളീ കാണുന്നത്. ഹലോ, ഇത് 4 ആഴ്ച പ്രായം കഴിഞ്ഞ, ഇത് 5ാമത്തെ ആഴ്ചയാണ്. പയർ നട്ടിട്ട് ഇത് 5ാം ആഴ്ചയാണ്. അപ്പോൾ ഈ പയറിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ജൈവവളമാണ്. ജൈവ കീടനാശിനിയെ ഇതുവരെ നമ്മൾ കീടനാശിനിയായിട്ട് അടിച്ചിട്ടുള്ളത് 2 പ്രാവശ്യം വേപ്പിലയും 1 പ്രാവശ്യം പെരുങ്ങലം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പേരൻ എന്ന് പറയുന്ന
ചെടിയുടെ ഇല അരച്ച് കലക്കി അതുമാണ് ഇതിലാകെ നമ്മൾ തളിച്ചിട്ടുള്ളത്. ഈ പരുവത്തിൽ സാധാരണഗതിയിൽ ഈ പരുവത്തിലുള്ള ചെടി ഇപ്പോൾ പൂട്ട് തുടങ്ങി, മുട്ടിട്ട് തുടങ്ങി, പൂത്ത് തുടങ്ങി, ഇവിടെ തന്നെ കായ്കളും ഒക്കെ വന്നു തുടങ്ങി. പല ഇവിടെയൊക്കെ കായ്കൾ വന്നു തുടങ്ങി. നമ്മൾ കായ്കളൊക്കെ വന്നു തുടങ്ങി. ഈ കായ് വന്നു തുടങ്ങിയാൽ കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും പ്രധാനമായി വരുന്നത് ചാഴിയുടെ ശല്യം. ഇതൊക്കെ ചാഴി ഉടൻ ഊറ്റുന്ന ഇതാണ്. ചാഴി ശല്യം ഇതിൽ നമ്മുടെ ഈ കൃഷിയിൽ ഇതുവരെ ചാഴി വന്നിട്ടില്ല. ചാഴി വരാത്തതിന് കാരണം പെരുങ്ങലം, അതായത് ഒരു വേരൻ്റെ മണം ചാഴിക്ക് ഇഷ്ടമല്ല. കൊമ്പൻ ചാഴി എന്ന് പറയുന്ന ചാഴി, അതുപോലെ തന്നെ പാറ്റച്ചാഴി, ആ ചാഴികൾക്കൊന്നും ഈ പെരുങ്ങലത്തിൻ്റെ മണം ഇഷ്ടമല്ല. പെരുങ്ങലത്തിൻ്റെ ഇല അരച്ച് കലക്കി നമ്മൾ തളിച്ചു കൊടുക്കും. കൈ കൊണ്ട് തന്നെ കോരി തളിച്ചു കൊടുക്കും. കൃഷിയിടത്തും ഒത്തിരി ചുറ്റിലുമൊക്കെ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചാഴി നമ്മളെ ശല്യം ചെയ്യില്ല. ചാണക വെള്ളത്തിൽ മുക്കിയാണ് നമ്മളിത് ഇടുന്നത്. അപ്പോൾ പെട്ടെന്ന് ധരിച്ച് ഇത് പൊടിഞ്ഞു വരും. കരിയിലയും പച്ചിലയും ഒക്കെ പൊടിഞ്ഞു വരണം. കമ്പോസ്റ്റ് ആവാൻ എളുപ്പത്തിനാണ് ചാണകവെള്ളത്തിൽ മുക്കിയിടുന്നത്. ചാണകവെള്ളം കുടഞ്ഞാൽ എല്ലായിടത്തും എത്തില്ല, അതുകൊണ്ടാണ് മുക്കിയിടുന്നത്.